ഹായ് വെൽക്കം ടു IS ഫാക്ടർ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിലായി കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തിലെ ഫാക്ടേഴ്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ ഫാക്ടേഴ്സ്? അപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമ്പറിനെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ 0 വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ, നമ്മൾ 6 എന്നൊരു നമ്പർ എടുക്കുന്നു. ആ 6 എന്ന നമ്പറിനെ നമുക്കിപ്പോൾ എന്താ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ എന്താ നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 6/3 എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ നമുക്ക് 0 ആണ് വരിക. അങ്ങനെ റിമൈൻഡർ നമുക്ക് 0 വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അതിൻ്റെ ഫാക്ടർ ആണെന്ന് പറയും. ക്ലിയർ? അപ്പോൾ 6 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 6നെ നമുക്ക് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്തൊക്കെയാണ്? 6നെ നമുക്ക് 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ? 6/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. റിമൈൻഡർ നമുക്ക് 0 ആണ് വരിക. അതല്ല, ഒരു 5 എന്ന നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 ആണ് കിട്ടുക. അപ്പോൾ 6ൻ്റെ ഫാക്ടർ അല്ല, 5ൻ്റെ ഫാക്ടർ അല്ല 3. പക്ഷേ എന്താ? 6ൻ്റെ ഫാക്ടർ 3 ആണ്, കാരണം റിമൈൻഡർ 0 ആണ്. സോ 6ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ 3 ഇതിൻ്റെ ഫാക്ടറാണ്, അതുപോലെ 3 ഫാക്ടറാണ്, അതുപോലെ 6 ഇതിൻ്റെ ഫാക്ടറാണ്. അതായത് 6/6 1 ആണ്, റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയാം. അതിനെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് 12 എന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടർ, 12 എന്ന നമ്പറിൻ്റെ ഫാക്ടർ എന്തൊക്കെയാണ്? 12/1 റിമൈൻഡർ 0 ആണ്. അതുപോലെ 2 ഇതിൻ്റെ ഫാക്ടറാണ്, 3 ഇതിൻ്റെ ഫാക്ടറാണ്, 4 ഫാക്ടറാണ്, പിന്നെന്താ 6 ഫാക്ടറാണ്, ഇനി 12 ഫാക്ടറാണ്. സോ ടോട്ടൽ നമുക്ക് എത്രയാ? 6 ഫാക്ടേഴ്സ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ചെറിയ ചെറിയ നമ്പർ ആയതുകൊണ്ട്, ഇപ്പോൾ 12, 6 ഈ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ കൗണ്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. പക്ഷേ വലിയ വലിയ നമ്പർ ആയാലോ? വലിയ നമ്പർ ആയാൽ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പണിയാണ്. അതായത് ഫാക്ടേഴ്സ് നമുക്ക് പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ അതിനുള്ള മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. 24 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 24 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 ഇതിൻ്റെ ഫാക്ടറാണ്, അതുപോലെ 2 ഇതിൻ്റെ ഫാക്ടറാണ്, 3, 4, 6, 8, 12, പിന്നെന്താണ് 24. ക്ലിയർ? അപ്പോൾ 3 + 3 + 2 എത്രയാണ്? ടോട്ടൽ 8 ഫാക്ടേഴ്സാണ് 24-നുള്ളത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു, എന്താ? പ്രൈം നമ്പർ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ പ്രൈം നമ്പർ ആണെങ്കിൽ, ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ എക്സാമ്പിൾ എന്താ? 5 എന്ന പ്രൈം നമ്പർ, ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? 1 അല്ലെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും. അതായത് 5നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 2 നമ്പർ മാത്രമായിരിക്കും പ്രൈം നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫാക്ടേഴ്സിൽ നോക്കേണ്ടത്. ഇനി ഫാക്ടേഴ്സ് എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ എന്താണ് ഈ പ്രൈം ഫാക്ടറൈസേഷൻ? നമ്മൾ ഒരു നമ്പറിനെ പ്രൈം നമ്പറിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ, നമ്മളിപ്പോൾ എന്താ, നമ്മൾ ഈ 24 എന്ന നമ്പറിനെ നമുക്ക് എന്താ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1ഉം ആ നമ്പറും തന്നെ, അതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയാം. അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2, 3, 5, 7 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ രൂപത്തിൽ നമ്മൾ ഈ 24നെ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയും? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 24നെ നമ്മൾ പ്രൈം നമ്പറായി ഡിവൈഡ് ചെയ്യണം. സോ നമ്മൾ ആദ്യം 24നെ എന്താ 2 എന്ന പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? 12 ആണ് കിട്ടുക. നെക്സ്റ്റ് 12നെ 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ എന്താ 12/2 6 ആണ് കിട്ടുക. എഗെയിൻ 6/2 3 ആണ് കിട്ടുക. സോ ഇവിടെ എന്താണ്? 2, 3 3 2 ഉണ്ട്, അതുപോലെ ഒരു 3 ഉണ്ട്. സോ ടോട്ടൽ ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ 24 എന്ന നമ്പറിനെ എങ്ങനെ എഴുതാം? 24 = 2 × 2 × 2 × 3 എന്ന് എഴുതാം. സോ ഈ 4 നമ്പറും എന്താണ്? പ്രൈം നമ്പറാണ്. സോ ഇത് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 24 കിട്ടില്ലേ? 2 × 2 4 × 2 8 8 × 3 24. സോ ഈ 24നെ നമ്മൾ പ്രൈം നമ്പറിൻ്റെ രൂപത്തിൽ എഴുതി, അതിനെയാണ് നമ്മൾ എന്താ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് എഴുതാം.
ഇനി നമ്മൾ ഈ 24-നെ അതായത് 2 × 2 × 2 3 പ്രാവശ്യം 2 എഴുതുന്നതിന് പകരം നമുക്ക് 2⁻³ എന്ന് എഴുതാം. 2⁻³ × 3 എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ 24 എന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് 2³ × 3 കിട്ടും. അപ്പോൾ ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. ക്ലിയർ? ഇനി വേറൊരു നമ്പർ നമുക്ക് നോക്കാം. എന്താണ്? അല്ലെങ്കിൽ 24-നെ നമ്മൾ ഈ മെത്തേഡ് ചെയ്യാണ്ട്, അതായത് നമ്മളിപ്പോൾ എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അങ്ങനെ ഡിവൈഡ് ചെയ്താണ് നമ്മൾ പോയത്. അങ്ങനെ ചെയ്യാണ്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ രൂപത്തിൽ എഴുതാൻ പറ്റും? അതായത് 24 എന്നതിനെ നമുക്ക് 8 × 3 എന്ന് എഴുതാം. 24 എന്ന് പറഞ്ഞാൽ 8 × 3 ആണ്. അതിൽ 3 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പറാണ്. സോ 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 എന്ന് പറഞ്ഞാൽ 2³ ആണ്. 8-നെ ഒരു പ്രൈം നമ്പറിൻ്റെ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ 8 എന്ന് പറഞ്ഞാൽ 2³ ആണ് × 3. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ മെത്തേഡ് ചെയ്യാണ്ട്, ഡിവൈഡ് ചെയ്യാണ്ട് നമ്മൾ ഇതിനെ പ്രൈം നമ്പറിൻ്റെ രൂപത്തിലേക്ക് മാറ്റി. വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ 150 എന്ന നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 150 എന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. എങ്ങനെ ചെയ്യാം? അതായത് 150 എന്ന നമ്പറിനെ നമുക്ക് 15 × 10 എന്ന് എഴുതാം. 150-നെ 15 × 10 എന്ന് എഴുതാം. സോ 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 15 എന്ന് പറഞ്ഞാൽ 3 × 5 ആണ്. ഇതിൽ 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്. സോ 15-നെ 3 × 5 ചെയ്തു. അതുപോലെ 10-നെ 2 × 5 എന്ന് ചെയ്യാം. സോ ഇത് ലാസ്റ്റ് വാല്യൂ എന്ത് കിട്ടും? ഒരു 2 ഉണ്ട് × 3 × 5². അപ്പം ഇങ്ങനെയാണ് നമ്മൾ 150-നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ക്ലിയർ? ഇനി മറ്റൊരു നമ്പർ അഗൈൻ 144. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 144-നെ നിങ്ങൾക്ക് മറ്റൊരു മെത്തേഡിൽ നോക്കിയാൽ, അതായത് നമ്മൾ സാധാരണ മെത്തേഡിൽ നോക്കിയാൽ ഇതിനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2. അത് വെച്ച് നമ്മൾ ചെയ്യുന്നു. സോ 72 എന്ന് കിട്ടും. അഗൈൻ 2. സോ എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. അഗൈൻ 2 18. അഗൈൻ 2 9. സോ 3 3. അപ്പം ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യുക. അപ്പോൾ 144 എന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 2⁻4 × 3² എന്ന് എഴുതാം. സോ ഇവിടെ എത്രയാണ്? ടോട്ടൽ 4 2's ഉണ്ട്. അതുപോലെ 2 3 ഉണ്ട്. സോ 2⁻4 × 3² ഇതാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ ഇതിനെ 144 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 12 × 12 എന്ന് എഴുതാം. അപ്പോൾ ഈ 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 3 ആണ്. അഗെയിൻ 12 എന്ന് പറഞ്ഞാൽ 4 × 3. ഇനി 4-നെ നമുക്ക് 2² എന്ന് എഴുതാം. × 3 × 2² × 3. സോ 2² × 2² എന്താണ്? 2² × 2² എന്ന് പറഞ്ഞാൽ 2⁻4 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? അതായത് എന്താണ്? a⁻m × a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m + n ആണ്. അപ്പോൾ 2² × 2² 2⁻4 ആണ് നമുക്ക് കിട്ടുക. ഇൻറ്റു എന്ത് കിട്ടും? 3² ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ആ കാര്യം എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. അതായത് എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മളിപ്പോൾ 24-ൻ്റെ ചെയ്താൽ നമ്മൾ 24-ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. എന്ത് കിട്ടി? 2³ × 3⁻1 എന്ന് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇതിൻ്റെ പവർ തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. അതായത് എന്താ? 2-ൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. പ്ലസ് 3-ൻ്റെ പവർ എത്രയാണ്? 1. സോ ടോട്ടൽ 4 ആണ് നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. അതായത് എന്താ? ഇതിൽ 2³ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം 2. അഗെയിൻ എന്താ? 3 എന്ന് പറഞ്ഞാൽ 1 ടൈം 3 ആണ്. സോ 3 + 1 എത്രയാണ്? ടോട്ടൽ 4 ഫാക്ടേഴ്സാണ് നമുക്കുള്ളത്. പ്രൈം ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ക്ലിയർ? അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇതിൻ്റെ പവർ തമ്മിൽ ആഡ് ചെയ്താൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് കിട്ടും. ഇനി എന്താണ്? 144-ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്തു. 2⁻4 × എത്രയാണ്? 3². ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഇനി നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ എന്താ? 4 + 2 6 ആണ് 144-ൻ്റെ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. ക്ലിയർ? ആ കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നേരത്തെ നോക്കി 24-ൻ്റെ ആണെങ്കിൽ നമ്മൾ ആദ്യം എഴുതി. നമ്മൾ എന്ത് ചെയ്തു? 24-ൻ്റെ ആണെങ്കിൽ
24 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതി? അതായത് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന്? 1 2 3 4 6 8 12 24 ഇത്രയും ഫാക്ടേഴ്സ് ആണുള്ളത്. ടോട്ടൽ എത്രയാണുള്ളത്? 8 ഫാക്ടേഴ്സ് ആണുള്ളത്. സോ ഈ 24 എന്നൊരു ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്കിപ്പോൾ കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ വലിയൊരു നമ്പർ തന്നാൽ, എക്സാമ്പിൾ എന്താ, 1080 ഈ നമ്പറൊക്കെ തന്നാൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന്? അപ്പോൾ അതിനുള്ള മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്, ഒരു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഇവിടെ 24ൻ്റെ ഫാക്ടേഴ്സ് എത്രയാണ് ഉള്ളത്? എത്ര ഫാക്ടർ ഉണ്ട്? 8 ഫാക്ടറാണുള്ളത്. അപ്പോൾ അതുപോലെ വലിയ വലിയ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മളിവിടെ നോക്കാം എങ്ങനെയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ രൂപത്തിലേക്ക് മാറ്റാം. അതായത് 24 എന്നതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 ക്യൂബ് ഇൻറ്റു 3⁻1. ക്ലിയർ? 2 ക്യൂബ് ഇൻറ്റു 3⁻1 എന്ന് മാറ്റി എഴുതാം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ പവർ, അതായത് ഓരോ പ്രൈം നമ്പറിൻ്റെയും പവർ നമ്മൾ എടുക്കുക. ഫസ്റ്റത്തെ 2ൻ്റെ പവർ എന്താണ്? 3 ആണ്. പ്ലസ് 1 എന്ന് എടുക്കുക. അതായത് ഓരോ പവറിൻ്റെ കൂടി നമ്മൾ 1 ആഡ് ചെയ്യുക. 2ൻ്റെ പവർ എത്രയാണ്? 2ൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3ൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുന്നു. സോ 3 + 1 ചെയ്തു. അതുപോലെ ഇൻറ്റു നെക്സ്റ്റ് പ്രൈം നമ്പർ എത്രയാണ്? 3 ആണ്. സോ അതിൻ്റെ പവറിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുന്നു. സോ അതിൻ്റെ 3ൻ്റെ പവർ നമുക്ക് എത്രയാണ്? 1 ആണ്. സോ അതിൻ്റെ പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. സോ എത്ര പ്രൈം നമ്പർ ഉണ്ട് അതിൻ്റെ പവറിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ 2ൻ്റെ പവർ എന്താണ്? 3 ആണ്. സോ 3 + 1 4 ഇൻറ്റു നെക്സ്റ്റ് 3ൻ്റെ പവർ എത്രയാണ്? 1 ആണ്. 1 + 1 എത്രയാണ്? 2 ആണ്. സോ 4 ഇൻറ്റു 2 ആണ് നമുക്കിവിടെ കിട്ടുക. ക്ലിയർ? ടോട്ടൽ 8 ഫാക്ടേഴ്സ് ആണുള്ളത്. സോ ഇവിടെ നോക്കിയേ 8 ഫാക്ടറാണുള്ളത്. ക്ലിയർ? അപ്പോൾ ഈ മെത്തേഡ് വെച്ച് നമുക്ക് സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇനി അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയേ 2 4 6 8. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 6 ഈവൻ ഫാക്ടേഴ്സ് ആണുള്ളത്. നമ്മളിവിടെ കൗണ്ട് ചെയ്യുമ്പോൾ ഈവൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ വലിയ വലിയ നമ്പർ ആണെങ്കിൽ ഈ ഈവൻ ഫാക്ടേഴ്സ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അപ്പോൾ അതിനുള്ള മെത്തേഡാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24ൻ്റെത് എത്ര കിട്ടി? 2 ക്യൂബ് ഇൻറ്റു 3⁻1. ഇനി നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈവൻ ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 2ൻ്റെ പവർ, അതായത് പ്രൈം നമ്പറിൻ്റെ കാറ്റഗറിയിൽ ഈവൻ ആയിട്ടുള്ള ഒറ്റ പ്രൈം നമ്പർ മാത്രമേ നമുക്കുള്ളൂ. ഏതാണ്? 2 എന്ന നമ്പർ മാത്രമാണ് ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈവൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? എല്ലാ പവറിൻ്റെ കൂടിയും 1 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ ഈവൻ ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ 2ൻ്റെ പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 2ൻ്റെ പവർ അതുപോലെ തന്നെ എഴുതാം. 2ൻ്റെ പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2ൻ്റെ പവർ അതുപോലെ എഴുതുക. ബാക്കിയുള്ള പവറിൻ്റെ കൂടെയൊക്കെ നമ്മൾ 1 ആഡ് ചെയ്യുക. സോ ബാക്കിയുള്ള പവർ എത്രയാണ്? 3ൻ്റെ പവർ 1 ആണ്. സോ അതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്തു. സോ 2 കിട്ടി. സോ 3 × 2 = 6 ആണ് കിട്ടുക. 3 × 2 = 6. നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് എത്രയാണ്? 6 ആണ്. സോ ഇവിടെയും നമ്മുടെ ഈ മെത്തേഡിലും 6 കിട്ടി. സോ ഇങ്ങനെയാണ് എന്താ നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 2ൻ്റെ പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കാര്യം പഠിച്ചു വെക്കാം. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഈവൻ ഫാക്ടർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്താ? ഓഡ് ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? ഓഡ് ഫാക്ടർ എന്ന് പറയുന്നത് 1 2 2 ഓഡ് ഫാക്ടറാണുള്ളത്. 6 ഈവൻ ഫാക്ടറും 2 ഓഡ് ഫാക്ടറും. സോ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 8 ഫാക്ടറാണ് ഉള്ളത്. സോ ഓഡ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡ് ഫാക്ടർ ആണെങ്കിൽ നമ്മൾ ഈ 2ൻ്റെ പവർ കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യാം. എന്താണ്? ഇഗ്നോർ 2's പവർ. ഓക്കെ, അതായത് എക്സ്പോണൻ്റ് ഓഫ് 2ൻ്റെ എക്സ്പോണൻ്റ് ഫുള്ള് നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ള പവർ എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവറാണ്. അപ്പോൾ 2ൻ്റെ പവർ നമ്മൾ കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യുക. ബാക്കിയുള്ള പവറിൻ്റെ കൂടെയൊക്കെ 1 ആഡ് ചെയ്തിട്ട് എഴുതാം. സോ ഇവിടെ നമുക്കെന്താ? 2ൻ്റെ പവർ എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്തു. ബാക്കി 3ൻ്റെ പവർ 1 + 1. സോ എന്ത് കിട്ടും?
2 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സാമ്പിൾ 1080 ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് 1080. അപ്പോൾ ഈ നമ്പറിൻ്റെ ആദ്യം നമ്മളെങ്ങനെയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മെത്തേഡ് ചെയ്യാം. 1080നെ നമ്മൾ എന്താ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ ആദ്യം നമ്മൾ 2 വെച്ച് ചെയ്യുന്നു. സോ 540 എന്ന് കിട്ടും. എഗെയിൻ 2 വെച്ച് ചെയ്യാം. സോ 270 എന്ന് കിട്ടും. എഗെയിൻ 2 135 കിട്ടും. എഗെയിൻ എത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? 3 വെച്ച് ചെയ്യാം. 3 വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 13 ആകുമ്പോൾ 4 കിട്ടും. 15 ആകുമ്പോൾ 5 45. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും 3. സോ 15 എഗെയിൻ 3 5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൈം നമ്പർ കിട്ടുക. സോ 1080 എന്ന് പറയുന്നതിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2ൻ്റെ പവർ എത്രയാണ്? ഇവിടെ എത്ര 2s ഉണ്ട്? 2 എത്രയാണുള്ളത്? 1 2 3. സോ ടോട്ടൽ 2 പവർ 3 ആണ് വരിക. ഇൻറ്റു നെക്സ്റ്റ് ഏതാ ഉള്ളത്? 3 ആണുള്ളത്. അപ്പോൾ 3 ഇൻറ്റു എത്രയാണുള്ളത്? 3 റേസ് ടു എത്രയാണ്? 3. 3 3 ആണുള്ളത്. സോ 3 പവർ 3 ആണ് വരിക. ഇൻറ്റു അടുത്തൊരു നമ്പറും കൂടി ഉണ്ടല്ലോ, ഇതൊക്കെ പ്രൈം നമ്പറാണ്. എഗെയിൻ എന്താണ്? 5. സോ ഇതാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുക. 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 5 5 റേസ് ടു 1 അങ്ങനെ കൊടുക്കാം. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഇതിൻ്റെ എക്സ്പോണൻറ്റിൻ്റെ കൂടെ പവറിൻ്റെ കൂടെ ഒന്ന് നമ്മൾ ആഡ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആദ്യം നമ്മൾ എന്താ 2ൻ്റെ പവർ 3 + 1 ആണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. 3 + 1 ഇൻറ്റു നെക്സ്റ്റ് എന്താണ്? 3ൻ്റെ പവർ 3 + 1 ഇൻറ്റു നെക്സ്റ്റ് എന്താണ്? 5ൻ്റെ പവർ 1 ആണ്. 1 + 1. ക്ലിയർ? സോ 3 + 1 4 ആണ്. ഇൻറ്റു 4 ഇൻറ്റു 2. സോ 4 ഇൻറ്റു 4 16 ഇൻറ്റു 2 32 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടുക. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 32 ആണ്. ഇനി സെക്കൻഡ് എന്താ? നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ്. നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ആണ് ഫൈൻഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈവൻ ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2ൻ്റെ പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2ൻ്റെ പവർ നമ്മൾ അതുപോലെ എഴുതാം. എന്താണ്? 3 തന്നെയാണ്. ബാക്കി എല്ലാ പവറിൻ്റെ കൂടെയും 1 ആഡ് ചെയ്യുക. സോ നെക്സ്റ്റ് എന്താ? 3ൻ്റെ പവർ 3 ആണ് +1. സോ 4 ഇൻറ്റു 5ൻ്റെ പവർ 1 ആണ്. 1 + 1 2. സോ 3 ഇൻറ്റു 4 12 ഇൻറ്റു 2 24. അപ്പോൾ 24 ഈവൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഓഡ് ഫാക്ടേഴ്സ്. നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ്. ഓഡ് ഫാക്ടേഴ്സ് എന്താണ്? ഓഡ് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാം? നമുക്ക് 2ൻ്റെ പവർ കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യാം. 2ൻ്റെ പവർ നമ്മൾ കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യുന്നു. സോ 2ൻ്റെ പവർ എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്താണ്? 3ൻ്റെ പവർ +1 എന്താണ്? 3 + 1 അപ്പോൾ 4 കിട്ടും. ഇൻറ്റു 5ൻ്റെ പവർ +1 1 + 1 എന്താണ്? അപ്പോൾ 2 ആണ് കിട്ടുക. സോ ടോട്ടൽ 8 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈവൻ ഫാക്ടർ എന്താ? ഈവൻ ഫാക്ടേഴ്സ് 24, ഓഡ് ഫാക്ടേഴ്സ് 8. ടോട്ടൽ എത്രയാ? 32. ടോട്ടൽ ഫാക്ടർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അത് 32 ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം. അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു 2 എലിമിനേറ്റ് ചെയ്യണം, 3 എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എലിമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാത്തവർ ഇത് നോക്കണ്ട. അതായത് ജസ്റ്റ് ഞാൻ ഇതൊന്നും പറയാം എങ്ങനെയാണ് ഈ മെത്തേഡ് വന്നത്. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതായത് എന്താ 1080 എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 5 റേസ് ടു 1. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ 2 ക്യൂബിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബിന് നമുക്ക് 2 റേസ് ടു 1 എന്ന് എഴുതാം, 2 റേസ് ടു 0 എന്ന് എഴുതാം, 2 റേസ് ടു 1 എന്ന് എഴുതാം, 2 സ്ക്വയർ എന്ന് എഴുതാം, 2 ക്യൂബ് എന്ന് എഴുതാം. അതുപോലെ 3 റേസ് ടു 3, 3 റേസ് ടു 0, 3 റേസ് ടു 1, 3 റേസ് ടു 2 ഇങ്ങനെയൊക്കെ എഴുതാം. 3 റേസ് ടു 3. ഇനി 5 റേസ് ടു 1നെ 5 റേസ് ടു 0, 5 റേസ് ടു 1. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറുതായി മാറ്റി എഴുതാം. അതായത് എന്താണ്? ഇപ്പോൾ 1080ൻ്റെ ഫാക്ടറാണ് 2 ഫാക്ടറാണ്. ഇനി 2 ഇൻറ്റു 3 അതിൻ്റെ ഫാക്ടറാണ്, 2 ഇൻറ്റു 3 ഇൻറ്റു 5 അതിൻ്റെ ഫാക്ടറാണ്, 2 റേസ് ടു 1 അതിൻ്റെ ഫാക്ടറാണ്, 2 റേസ് ടു 2 അതിൻ്റെ ഫാക്ടറാണ്. അതാണ് ഇത് മീൻ ചെയ്യുന്നത്. സോ നമ്മൾ ടോട്ടൽ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഇവിടെ എത്രയാണ്? 4 നമ്പർ ഉണ്ട്. ഇൻറ്റു ഇവിടെ എത്രയാണ്? 4 നമ്പർ ഉണ്ട്. ഇൻറ്റു 2.
ഇതാണ് ടോട്ടൽ ഫാക്ടർ കണ്ടുപിടിക്കാൻ കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 4 × 4 16 × 2 32 ആണ് കിട്ടുക ടോട്ടൽ ഫാക്ടർ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇനി ഈവൻ ഫാക്ടർ ആണെങ്കിൽ ഇപ്പോൾ ഈ 2⁻0 മാത്രം ഒഴിവാക്കുക. അപ്പോൾ 3 × 4 × 2 കിട്ടും. അത് എത്ര കിട്ടുക? 24 ആണ് കിട്ടുക. ഇനി ഓഡ് ഫാക്ടർ ആണെങ്കിൽ കംപ്ലീറ്റ് 2 എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ 4 × 2 കിട്ടും, 8 ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് വരിക. അപ്പോൾ നിങ്ങൾ ആ ഷോർട്ട് കട്ട് പഠിച്ചാൽ മതി. ഇത് മനസ്സിലായില്ലെങ്കിൽ ടെൻഷൻ ആവേണ്ട, ഷോർട്ട് കട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് സം ഓഫ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി ആ ഫാക്ടേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 24 നമുക്കറിയാം, 1 2 3 4 6 8 12 24 ഇതാണുള്ളത്. അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ സം ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? ടോട്ടൽ ആഡ് ചെയ്താൽ ഈ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതായത് 3 6 ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും അല്ലേ? അതായത് 6 10 60 എന്ന് കിട്ടും. 20 40 60 ആണ് ടോട്ടൽ സമ്മ് കിട്ടുക. സം എന്ന് പറയുന്നത് ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് 60 ആണെന്ന് കിട്ടും. പക്ഷേ വലിയ നമ്പർ ആയാൽ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനും നമുക്കൊരു ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 24നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2³ × 3⁻1. ഇനി ഇതിൻ്റെ സമ്മാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഫാക്ടേഴ്സിൻ്റെ സമ്മാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സം ഓഫ് ഫാക്ടേഴ്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതായത് 2³ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മൾ 2⁻0 + 2⁻1 + 2⁻2 + 2⁻3 ഇതുപോലെ എഴുതാം. 2³ വന്നതുകൊണ്ട് 0 മുതൽ 3 വരെ പവർ ഇട്ട് നമ്മൾ എഴുതാം, ആഡ് ചെയ്യാം. ഇനി ഇൻറ്റു നെക്സ്റ്റ് എന്താണ്? 3⁻1 വന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക? 3⁻0 + 3⁻1. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 2⁻0, അപ്പോൾ ഏത് നമ്പറിൻ്റെ പവർ 0 വന്നാൽ നമുക്കറിയാം അത് 1 ആണ്. ഒരു നമ്പറിൻ്റെ പവർ 0 വന്നാൽ അത് 1 ആണ്. പ്ലസ് 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2² 4 ആണ്. 2³ 8 ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ടേം കിട്ടുക. ഇൻറ്റു 3⁻0 ഞാൻ നേരത്തെ പറഞ്ഞു എന്താ? പവർ 0 വന്നാൽ അത് 1 ആണ്. പ്ലസ് 3⁻1 എന്താണ്? 3 തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടും? 1 + 2 3 കിട്ടും. + 4 7 + 8 15 ആണ് കിട്ടുക. 15 × 4 ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 60. സോ നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ? നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കണ്ടുപിടിച്ചു. ഓരോ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കണ്ടുപിടിച്ചു. അതെത്രയാണ്? 60 ആണ് കിട്ടിയത്. സോ നമ്മൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കുമ്പോഴും സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സമ്മ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് സം ഓഫ് ഈവൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഈവൻ ഫാക്ടറിൻ്റെ മാത്രം സമ്മ് കണ്ടുപിടിക്കാൻ അതിനും നമുക്ക് ട്രിക്ക് ഉണ്ട്. എന്താ? സം ഓഫ് ഈവൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സം ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ആയാൽ നമ്മൾ എന്ത് ചെയ്യാം? 2⁻0 ഈ 2⁻0 മാത്രം ഒഴിവാക്കാം. ക്ലിയർ? 2⁻0നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. ഇഗ്നോർ എന്താ? 2⁻0. ബാക്കിയുള്ള ടേം അതുപോലെ എഴുതാം. അപ്പോൾ 2⁻0 ഒഴിവായാൽ ബാക്കിയുള്ള ഈ 3 ടേം മാത്രം നമ്മൾ എടുക്കാം. 2⁻1 2⁻2 2⁻3 എന്താണ്? 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. പ്ലസ് 4 + 8. ക്ലിയർ? ബാക്കിയുള്ള ടേമൊക്കെ അതുപോലെ എഴുതാം. ഇൻറ്റു 3⁻01 + 3 എന്ന് എടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + 4 8 2 + 4 6 + 8 സോ 14 എന്ന് കിട്ടും. 14 × 4 ഈക്വൽ ടു എന്ത് കിട്ടും? 56 എന്ന് കിട്ടും. സോ സം ഓഫ് ഈവൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 56 ആണ്. ക്ലിയർ? അപ്പോൾ സം ഓഫ് ഓഡ് ഫാക്ടേഴ്സ് എന്തായിരിക്കും? ഓഡ് ഫാക്ടർ എന്തായിരിക്കും? നെക്സ്റ്റ് സം ഓഫ് ഓഡ് ഫാക്ടർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സം ഓഫ് ഓഡ് ഫാക്ടർ എന്താണ്? നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. ടോട്ടൽ സം എന്ന് പറയുന്നത് 60 ആണ്. ഈവൻ ഫാക്ടറിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 56 ആണ്. അപ്പോൾ റിമൈനിങ് എത്രയാണ്? ഓഡ് ഫാക്ടറിൻ്റെ സം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനും നമുക്ക് ഷോർട്ട് മെത്തേഡ് ഉണ്ട്. എന്താണ്? നമ്മൾ കംപ്ലീറ്റ് 2ൻ്റെ കംപ്ലീറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. 2ൻ്റെ പവർ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ ഈവൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ, ഈവൻ ഫാക്ടറിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ 2⁻0 മാത്രം എലിമിനേറ്റ് ചെയ്തു. ഇനി എന്താണ്? ഓഡ് ഫാക്ടറിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ കംപ്ലീറ്റ് 2ൻ്റെ പവർ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ്
ടേം, ഈ ടേം കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യുക, 3ൻ്റെ മാത്രം എടുക്കുക. എത്രയാണ്? 3ൻ്റെ 3⁻0 1 പ്ലസ് 3⁻1 എത്രയാണ്? 3. സോ ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 4 ആണെന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ആദ്യം 60, ടോട്ടൽ 60 കിട്ടി. ഈവൻ ഫാക്ടർ ആണെങ്കിൽ 56 കിട്ടി. ഒരു ഫാക്ടർ ആണെങ്കിൽ എന്താ അതിൻ്റെ സമ്മാണെങ്കിൽ 4 കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, എല്ലാ വർഷവും ചോദിക്കുന്ന ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ നമ്പറാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ അതിനു മുന്നേ വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എക്സാമ്പിൾ നമ്പർ 60 എന്ന നമ്പറിൻ്റെ ഈ എന്താ സമ്മൊക്കെ നമുക്ക് കാണാം. സം ഓഫ് ഫാക്ടേഴ്സ് കാണാം. 60 എന്ന നമ്പറിൻ്റെ സം ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ 60നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 60 × 10 എഴുതാം. അപ്പോൾ എന്താണ് 6 × 10 എഴുതാം. അപ്പോൾ 6ന് എങ്ങനെ എഴുതാം? 2 × 3. അതുപോലെ 10 എന്ന് പറഞ്ഞാൽ 2 × 5. സോ എന്താ 2² × 3⁻1 × 5⁻1. ഇങ്ങനെയാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുക. നെക്സ്റ്റ് സം ഓഫ് ഫാക്ടേഴ്സ്. എന്താണ് സം ഓഫ് ഫാക്ടേഴ്സ്? സം ഓഫ് ഫാക്ടേഴ്സ് എന്താ? സം ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? 2⁻2. അപ്പോൾ 2⁻0 പ്ലസ് 2⁻1 പ്ലസ് 2⁻2. നെക്സ്റ്റ് ഇൻറ്റു 3⁻0 പ്ലസ് 3⁻1. നെക്സ്റ്റ് എന്താണ്? അടുത്ത നേരത്തെ നമുക്ക് 2 ടേം ഉണ്ടായത്, ഇപ്പോൾ 3 ടേം ഉണ്ട്. 5⁻0 പ്ലസ് 5⁻1. ക്ലിയർ? 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 2 പ്ലസ് 4 ഇതാണ് ബ്രാക്കറ്റിനകത്ത് കിട്ടുക. ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 5. സോ ടോട്ടൽ 3 പ്ലസ് 4 7 കിട്ടും. ഇൻറ്റു 4 ഇൻറ്റു 6 എന്താണ്? എന്ത് കിട്ടും? 28 × 6 861 168 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് സം ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഇനി സം ഓഫ് ഈവൻ ഫാക്ടേഴ്സ്. ഈവൻ ഫാക്ടേഴ്സിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? 2⁻0 മാത്രം എലിമിനേറ്റ് ചെയ്യുക. 2⁻0 എലിമിനേറ്റ് ചെയ്താൽ ഈ 1 മാത്രം എലിമിനേറ്റ് ചെയ്യുക. 2⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഈ 1 മാത്രം എലിമിനേറ്റ് ചെയ്യുക. ബാക്കിയുള്ളത് എന്താണ്? 2⁻1 പ്ലസ് 2⁻2 അത് നമുക്ക് ആവശ്യമാണ്. ഇൻറ്റു 3⁻0 പ്ലസ് 3⁻1 ആവശ്യമാണ് നമുക്ക്. ഇൻറ്റു 5⁻0 പ്ലസ് 5⁻1 ഇങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ഇവിടെ എലിമിനേറ്റ് ചെയ്തത് എന്താണ്? നമ്മൾ ഈ 2⁻0 മാത്രമാണ് എലിമിനേറ്റ് ചെയ്തത്. ബാക്കി എന്താണ്? അപ്പോൾ 2⁻2 പ്ലസ് 4 ഇൻറ്റു 3 പ്ലസ് 1 1 പ്ലസ് 3 ഓക്കെ ഇൻറ്റു 1 പ്ലസ് 5. ആൻസർ എന്ത് കിട്ടും? 6 × 4 × 6. ക്ലിയർ? 6 × 4 × 6 എന്ത് കിട്ടും? 144 ആണെന്ന് കിട്ടും. അപ്പോൾ ഈവൻ ഫാക്ടറിൻ്റെ സം എന്ന് പറയുന്നത് 144 ആണ്. ഇനി ഓഡ് ഫാക്ടർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് 2ൻ്റെ പവർ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ബാക്കി റിമൈനിങ് പോർഷൻ മാത്രം എടുത്താൽ മതി. അതായത് ഇത്രയും പോർഷൻ മാത്രം എടുത്താൽ മതി. 3⁻1 3⁻0 1 ആണ്. പ്ലസ് 3⁻1 3 ആണ്. ഇൻറ്റു നെക്സ്റ്റ് 5⁻0 ഇൻറ്റു 5⁻1. സോ 1 പ്ലസ് 5. സോ ആൻസർ എന്താണ് കിട്ടുക? എന്ത് കിട്ടും? 4 × 6 ഈക്വൽ ടു എന്ത് കിട്ടും? 24. സോ ടോട്ടൽ സം എന്ന് പറയുന്നത് 168 ആണ്. ഈവൻ ആണെങ്കിൽ 144, ഓഡ് ആണെങ്കിൽ 24. ഇത് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടില്ല. നെക്സ്റ്റ് നമുക്കിനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ? ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ നമ്പറാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇത് ഡയറക്റ്റായി നമുക്ക് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം ഇതിനെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ പ്രൈം നമ്പേഴ്സിൻ്റെ രൂപത്തിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ 8നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 8 എന്ന് പറഞ്ഞാൽ അതായത് ഇതിനെ നമ്മൾ പ്രൈം നമ്പറിൻ്റെ രൂപത്തിലേക്ക് മാറ്റാം. പ്രൈം നമ്പേഴ്സായിട്ട് മാറ്റാം. സോ 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 2³ എന്ന് എഴുതാം. 8 എന്ന് പറഞ്ഞാൽ 2³ ആണ്. ഹോൾ റൈസ് ടു എത്രയാണ് ഇവിടെ ഉള്ളത്? 20 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 3 × 5 ആണ്. 15 റൈസ് ടു എത്രയാണ്? 24 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7 അതുപോലെ എഴുതാം. റൈസ് ടു 15 എന്ന് എഴുതാം. ക്ലിയർ? അതായത് 7 പ്രൈം നമ്പറാണ്, അതിന് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ എഴുതി. ഇപ്പോൾ എന്താണ് കിട്ടുക? 2⁻3 all raised to 20
അപ്പം ഇങ്ങനെ വന്നാൽ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അതുപോലെ 2 ക്യൂബ് ഹോൾ റേസ് ടു 20 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ഹോൾ റേസ് ടു 20 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3 ഇൻറ്റു 20, 2 റേസ് ടു 3 ഇൻറ്റു 20, അപ്പോൾ 2 റേസ് ടു 60 ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ക്ലിയർ? 2 റേസ് ടു 60 ആണ് ഇവിടെ കിട്ടുക. നെക്സ്റ്റ് എന്താണ് 3 ഇൻറ്റു 5 ഹോൾ റേസ് ടു 24. അപ്പോൾ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയി നമുക്ക് 24 കൊടുക്കാം. അതായത് 3 റേസ് ടു 24 എന്ന് കൊടുക്കാം, ഇൻറ്റു 5 റേസ് ടു 24 എന്ന് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് എന്താ 7 റേസ് ടു 15. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ് 2, 3, 5, 7 എല്ലാം നമുക്ക് പ്രൈം നമ്പറാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ്റെ രൂപത്തിൽ നമ്മൾ ഇതിനെ ചെയ്തു, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്, എന്താണ് നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? പവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. പവർ എന്താണ് 60 + 24 + 24 + 15, അതായത് 60 + 24 + 24 + 15. ഇവിടെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? പ്രൈം ഫാക്ടേഴ്സിൻ്റെ നമ്പറാണ് ചോദിച്ചത്. പ്രൈം ഫാക്ടേഴ്സിൻ്റെ നമ്പറാണ്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ല, പ്രൈം ഫാക്ടേഴ്സ് ആണ് ചോദിച്ചത്. പ്രൈം ഫാക്ടേഴ്സ് വേറെയാണ്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വേറെയാണ്. പ്രൈം ഫാക്ടർ വേറെയാണ്, ഫാക്ടർ വേറെയാണ്. ക്ലിയർ? അപ്പോൾ നമ്പർ ഓഫ് പ്രൈം ഫാക്ടർ ചോദിച്ചാൽ നമ്മൾ ഡയറക്റ്റായി ഇതിൻ്റെ പവർ ആഡ് ചെയ്യാം. സോ ഇതെന്ത് കിട്ടും? 60 + 48 + 15 നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടുക? 123 എന്ന് കിട്ടില്ലേ? 123 എന്ന് കിട്ടും. ക്ലിയർ? 123 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നില്ലേ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ n = 4:11 + 4:12 + 4:13 + 4:14, ദെൻ ഹൗ മെനി പോസിറ്റീവ് ഫാക്ടേഴ്സ്. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് പോസിറ്റീവ് ഫാക്ടറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിൽ കോമൺ ആയിട്ടുള്ള ടേമിനെ നമ്മൾ പുറത്തെടുക്കാം. ഇവിടെ നമ്മൾ നോക്കിയാൽ 4:11 അത് കോമൺ അല്ലേ? 4 ടേമിലും 4:11 എന്ന് പറയുന്നത് കോമൺ ആണ്. സോ 4:11 എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയി പുറത്തെടുക്കാം. 4:11 എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്താണ്? ഫസ്റ്റത്തെ 4:11 4:11 തന്നെ പുറത്തെടുത്തു. സോ നമുക്ക് 1 ആണ് ഇവിടെ കിട്ടും, അല്ലെങ്കിൽ 4:0 അല്ലെങ്കിൽ 1 എന്ത് വേണമെങ്കിലും എഴുതാം. 4:11 4:11 തന്നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അങ്ങനെ വരുമ്പോൾ എന്താണ് കിട്ടുക? 4:0 കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4:12 4:12 എന്ന് 4:11 നമ്മൾ ബ്രാക്കറ്റിൻ്റെ വെളിയിലെടുക്കുന്നു. സോ എന്ത് കിട്ടും? 4:1 കിട്ടും. നെക്സ്റ്റ് എന്താണ്? 4:13 അതിൽ നിന്ന് 11 പുറത്തെടുത്താൽ 4:2 ആണ് കിട്ടുക. നെക്സ്റ്റ് 14 11 പുറത്തെടുത്താൽ 4:3 ആണ് കിട്ടുക. സോ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഇത്രയും ടേമാണ് കിട്ടുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 4നെ നമ്മൾ ആദ്യം ഇതിന് എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടേഴ്സിൻ്റെ രൂപത്തിലേക്ക് മാറ്റാം. പ്രൈം നമ്പറിൻ്റെ രൂപത്തിലേക്ക് മാറ്റുക, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ. സോ ഇവിടെ എന്താ? 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2:2 ഹോൾ റേസ് ടു 11 എന്ന് എഴുതാം. ഇനി ബ്രാക്കറ്റിലെ ടേം എന്താണ്? ബ്രാക്കറ്റിലെ ടേം എന്ന് പറയുന്നത് 4:0 1 + 4 + 16 പ്ലസ് എത്രയാണ്? 4 ക്യൂബ് എന്താണ്? 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2² ഹോൾ റേസ് ടു 11 എന്ത് കിട്ടും? 2:22 എന്ന് കിട്ടും. ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്താണ്? 20 + 64 84 + 1 85. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രൈം നമ്പറിൻ്റെ രൂപത്തിൽ മാറ്റുക. അപ്പോൾ ഓൾറെഡി നമുക്ക് 2 കിട്ടി, അത് പ്രൈം നമ്പറാണ്. 2ൻ്റെ പവർ 22. നെക്സ്റ്റ് എന്താ? ഇൻറ്റു നമ്മളിത് എങ്ങനെ ചെയ്യാം? ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 5 ഇൻറ്റു, അതായത് 85 എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ 5 ഇൻറ്റു 17 എഴുതാമല്ലോ. ഇവിടെ 5 പ്രൈം നമ്പറാണ്, 17 പ്രൈം നമ്പറാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? 5 ഇൻറ്റു 17 എഴുതാം. 85നെ വേറൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റില്ല. അതായത് 85നെ 5 ഇൻറ്റു 17 എഴുതാം. ക്ലിയർ? അല്ലാണ്ട് വേറെ പ്രൈം നമ്പർ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ? 85 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 17 ആണ്. സോ 5:1 17:1. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? എന്താ? നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുക? പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഫസ്റ്റത് 22 + 1. നെക്സ്റ്റ് ഇൻറ്റു 5ൻ്റെ പവർ 1 ആണ്, 1 + 1. നെക്സ്റ്റ് 17ൻ്റെത് 1 + 1 ആണ്. സോ 1 + 1.
സോ ടോട്ടൽ 23 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 23 ഇൻറ്റു 4. 23 ഇൻറ്റു 4 എത്രയാണ്? 23 ഇൻറ്റു 4 80, അതായത് ഇത് നമ്മളെങ്ങനെ ചെയ്യാം? മൈൻഡിൽ തന്നെ ചെയ്യണം. 23 ഇൻറ്റു 4 ചെയ്യാം. ആദ്യം 20 ഇൻറ്റു 4 ചെയ്യാം, 80 കിട്ടി. പ്ലസ് അതിൻ്റെ കൂടെ എന്താ 3 ഇൻറ്റു 4 12. സോ 92 ആണ് ആൻസർ കിട്ടുക. 92 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 92. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി വേസ് ക്യാൻ 480 ചോക്ലേറ്റ് ബി ഡിസ്ട്രിബ്യൂട്ട് ഈക്വലി? അപ്പോൾ 480 ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക? അതായത് എത്ര വേണമെങ്കിലും നമ്മൾ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതായത് കുറേ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അതിൽ 480 ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് രണ്ട് ചോക്ലേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എന്താ 4 ചോക്ലേറ്റ് കൊടുക്കാം. അങ്ങനെ എത്ര ടൈപ്പിൽ നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താ? ഇൻഡയറക്റ്റായി നമ്മളോട് ചോദിക്കുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. സോ അതായത് ഇവിടെ എന്താ, നമ്മൾ എല്ലാവർക്കും 2 വീതം കൊടുക്കാം. എല്ലാവർക്കും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എത്ര നമ്പർ ഓഫ് പേഴ്സണ് എത്രയാണെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ എത്രയാണ് ഒരാൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ 2 എല്ലാവർക്കും 2 കൊടുക്കാം, വേണമെങ്കിൽ 4 കൊടുക്കാം. അങ്ങനെ എത്ര ടൈപ്പിൽ, അതായത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്താ 480ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ചെയ്യാം. സോ എന്താ 480 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 30 അല്ലേ? 16 ഇൻറ്റു 3 ആണ് 48. അപ്പോൾ 16 ഇൻറ്റു 30 ആണ് 480. സോ 16നെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം? 16 എന്ന് പറഞ്ഞാൽ 2⁴ ആണ്. 2 ക്യൂബ് 8 ആണ്. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇൻറ്റു 30നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 30 ആവും. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2⁵ ഇൻറ്റു 3 ഇൻറ്റു 5. ഇങ്ങനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. ഇനി എന്താ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, അതാണ് ചോദിക്കുന്നത്. എന്താ 2⁵. അപ്പോൾ 5 + 1 ആണ് ചെയ്യേണ്ടത്. പവർ +1, 5 + 1 6 ഇൻറ്റു 3ൻ്റെ പവർ 1 ആണ്, 1 + 1 2 ആണ്. 5ൻ്റെ പവർ 1 ആണ്, 1 + 1 2. സോ 12 ഇൻറ്റു 2 24 ഫാക്ടേഴ്സ് ആണുള്ളത്. 24 തരത്തിൽ നമുക്ക് എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 2 വീതം കൊടുക്കാം, 4 വീതം കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. 12 വീതം കൊടുക്കാം. അങ്ങനെ 24 ടൈപ്പിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ 732 ഈസ് ഡിവൈഡഡ് ബൈ എ പോസിറ്റീവ് ഇൻറ്റിജർ. അതായത് നമ്മൾ 732 എന്ന നമ്പറിനെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട്, ഏതെങ്കിലും ഒരു നമ്പർ എക്സ് എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. എത്രയാണെന്ന് നമുക്കറിയില്ല. പ്ലസ് എന്ത് കിട്ടും? റിമൈൻഡർ കിട്ടും. പ്ലസ് നമുക്ക് റിമൈൻഡറും കിട്ടും. റിമൈൻഡർ എത്രയാണ്? 12 ആണ് നമുക്ക് റിമൈൻഡറായി കിട്ടുക. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി എന്താ ചോദിക്കുന്നത്? വെൻ 732 ഈസ് ഡിവൈഡഡ് ബൈ എ പോസിറ്റീവ് ഇൻറ്റിജർ എക്സ്. ക്ലിയർ? അപ്പോൾ ഇൻറ്റിജർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ക്ലിയർ? ദെൻ റിമൈൻഡർ ഈസ് 12. ഹൗ മെനി വാല്യൂസ് ഓഫ് എക്സ് ആർ ദെയർ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 732നെ നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന നമ്പർ കിട്ടും. റിമൈൻഡർ ആണ് 12 കിട്ടുക. അപ്പോൾ എക്സ് കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് 5 എന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 1 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ എക്സാക്ട്ലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? നമ്മൾ ഈ റിമൈൻഡർ ഈ നമ്പറിൽ നിന്ന് 5 എന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് 4നെയാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി റിമൈൻഡർ 1 ആണ്. ക്ലിയർ? അതുപോലെ ഇവിടെ നോക്കിയാൽ നമുക്ക് എക്സ് കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 732ന്ന് നമ്മൾ റിമൈൻഡർ മൈനസ് ചെയ്യാം. ക്ലിയർ? 732ന്ന് റിമൈൻഡർ മൈനസ് ചെയ്താൽ 720 ആണ് കിട്ടുക. അപ്പോൾ ഈ 720നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? 720നെ എക്സ് കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര തരത്തിൽ എക്സിന് വാല്യൂ കൊടുക്കാം? എക്സിന് 1 കൊടുത്താൽ എന്താ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊടുത്താൽ പറ്റും, 3 കൊടുത്താൽ പറ്റും. അങ്ങനെ 3 കൊടുത്താൽ പറ്റുമോ? പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര നമ്പർ കൊടുക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചോദിച്ചു? നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇവിടെയും നമ്മൾ ഇൻഡയറക്റ്റായി ചോദിച്ചത് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? 720ൻ്റെ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 720ൻ്റെ ഫാക്ടേഴ്സ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 720നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 720 നമുക്ക് എങ്ങനെ എഴുതാം? 24 ഇൻറ്റു 2 ആണ് 3 ആണ്. 24 ഇൻറ്റു 3 ആണ് 72. സോ 24 ഇൻറ്റു 30 ആണ് എന്താ? 720. സോ 24നെ 8 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇൻറ്റു
13 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എന്താ 8 എങ്ങനെ എഴുതാം? 2⁻³ എന്ന് എഴുതാം ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 5⁻1. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2⁻4 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5⁻1. ഇതാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്താ ചെയ്യേണ്ടത്? പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റത്തെ എന്താണ്? 2ൻ്റെ പവർ 4, സോ 4 + 1 5 ഇൻറ്റു നെക്സ്റ്റ് 3ൻ്റെ പവർ 2 ആണ്, 2 + 1 3. നെക്സ്റ്റ് 5ൻ്റെ പവർ 1 ആണ്, 1 + 1 2. സോ ഇവിടെ നമുക്ക് കിട്ടുക എന്താ? 3 × 2 15 × 2 30 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. 30 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? 720നെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എക്സ് ആണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണ്? 732നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 12 കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് എന്താണ്? 732ന്ന് 12 മൈനസ് ചെയ്തു, അപ്പോൾ 720 കിട്ടി. ആ 720 നമ്മളെ എല്ലാ നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് എത്രയാണ്? റിമൈൻഡർ കിട്ടുന്നത് 12 ആണ്. അപ്പോൾ ഈ 732നെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 12 കിട്ടുമോ? കിട്ടില്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും അതിനേക്കാളും ചെറിയ നമ്പർ മാത്രമേ അതിൻ്റെ റിമൈൻഡർ കിട്ടൂ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ 30 ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. 30 ഫാക്ടേഴ്സ് കിട്ടിയാൽ മനസ്സിലായോ? അതായത് 720നെയാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 720ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ ഫാക്ടേഴ്സിൽ 1 ഉണ്ടാവാം, 2 ഉണ്ടാവാം, 3 ഉണ്ടാവാം, 4 ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഫാക്ടേഴ്സിൽ ഉണ്ടാവാം. പക്ഷേ ഈ നമ്പർ കൊണ്ട് നമ്മൾ 732നെ ഈ നമ്പർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ ഒരിക്കലും എന്താ 12 എന്ന ഫാക്ടർ റിമൈൻഡർ കിട്ടില്ല. 2 കൊണ്ട് ചെയ്താലും ഒരിക്കലും 12 എന്ന റിമൈൻഡർ കിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 12നെക്കാളും ചെറിയ റിമൈൻഡർ, ചെറിയ ഫാക്ടേഴ്സ്, അതായത് ഒരു നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത് അതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ 12നെക്കാളും വലിയ നമ്പർ ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്താ 12 എന്ന റിമൈൻഡർ കിട്ടും. സോ നമ്മൾ ഈ ഫാക്ടേഴ്സ്, നമ്പർ ഓഫ് ഫാക്ടേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? 12നെക്കാളും ചെറിയ ഫാക്ടേഴ്സ് എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ 12നെക്കാളും ചെറിയ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? 1, പിന്നെന്താ 2, 3, 4, പിന്നെന്താ 720ൻ്റെ ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. 5 ഇതിൻ്റെ ഫാക്ടർ അല്ലേ? 5 ഇതിൻ്റെ ഫാക്ടറാണ്, കാരണം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താ 6 ഇതിൻ്റെ ഫാക്ടറാണോ? 6ഉം 72ൻ്റെ ഫാക്ടർ അല്ലേ? അതും ഫാക്ടറാണ്. 8 ഫാക്ടർ അല്ലേ? ആണ്, കാരണം 8 × 9 72 ആണ്. 9ഉം ഇതിൻ്റെ ഫാക്ടറാണ്. 10 ഇതിൻ്റെ ഫാക്ടറാണ്. 12 ഇതിൻ്റെ ഫാക്ടറാണ്. കണ്ടോ? 12 വരെയുള്ള ഫാക്ടർ നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും ഫാക്ടർ മാറ്റി വെച്ചാലുള്ള വാല്യൂ ആണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടുക. ക്ലിയർ? ഇത് എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ എത്രയുള്ളത്? ടോട്ടൽ നമുക്ക് 10 ആണുള്ളത്, 10 ആണുള്ളത്. 1 2 3 4 5 6 7 8 9 10 10 ഫാക്ടറാണ് നമ്മൾ 12നെക്കാളും ചെറുത്, 12 അല്ലെങ്കിൽ 12നെക്കാളും ചെറിയ നമ്പർ ഉള്ളത്. സോ ടോട്ടൽ ഫാക്ടർ എന്ന് പറയുന്നത് 30 ആണ്. അതിൽ നിന്ന് നമ്മൾ 10 ഫാക്ടർ എലിമിനേറ്റ് ചെയ്തു, മൈനസ് ചെയ്തു. ടോട്ടൽ 20 ഫാക്ടേഴ്സ് ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് 10 ഫാക്ടറിനെ മൈനസ് ചെയ്തതെന്നും മനസ്സിലാക്കി വെക്കുക. കാരണം റിമൈൻഡർ 12 കിട്ടണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ എപ്പോഴും 12നെക്കാളും കൂടുതലുള്ള വാല്യൂ ആയിരിക്കണം. ക്ലിയർ? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. കഴിഞ്ഞ വർഷമല്ല, 2020 മുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയാലോ? ക്വസ്റ്റ്യൻ എന്താ? എക്സ് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് ഇവിടെ പറയുന്നത് 7x + 96 എന്ന് പറയുന്നത് എന്താണ്? ഡിവിസിബിൾ ബൈ എക്സ് ആണ്. ഹൗ മെനി വാല്യൂസ് ഓഫ് എക്സ് ആർ പോസിബിൾ? അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്കിതാ ഈ ഫസ്റ്റ് ടേമിനെ കംപ്ലീറ്റ് ആയി എക്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ സെക്കൻഡ് ടേം മാത്രം നോക്കിയാൽ മതി. കാരണം കംപ്ലീറ്റ് ആയി ഫസ്റ്റ് ടേമിനെ നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കേണ്ടത് 96/x മാത്രമാണ് നോക്കേണ്ടത്. ഇവിടെ എക്സ് വന്നു, ഇവിടെ എക്സ് വന്നു. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയി 7xനെ നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 96/x മാത്രമാണ്. അപ്പോൾ 96/x ഇതെന്താ? ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. 7x + 96 എന്ന് പറയുന്നത് എക്സ് കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 96/x, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 96ൻ്റെ ഫാക്ടർ ആയിരിക്കും. കാരണം എന്താ? ഡിവിസിബിൾ ആവണമെങ്കിൽ 96നെ കംപ്ലീറ്റ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ക്ലിയർ?
അപ്പോൾ എക്സിൻ്റെ 96ൻ്റെ ഫാക്ടേഴ്സാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. 96ൻ്റെ ഫാക്ടേഴ്സ് നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യും. 96 എന്ന് പറഞ്ഞാൽ 16 × 6 ആണ്. സോ 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁴ ആണ്. 6 × 6 അപ്പോൾ 2 × 3 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 2⁵ × 3⁵1. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 2⁵. അപ്പോൾ അതിൻ്റെ 2⁵ ആണ്. അപ്പോൾ 5 എന്ന് പറയുന്ന പവറാണ്. 5ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, 6. ക്ലിയർ? ഇൻറ്റു 3ൻ്റെ പവർ 1 ആണ്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, അപ്പോൾ ഇൻറ്റു 2 എന്ന് കിട്ടി. 6 × 2 ഈക്വൽ ടു എന്താണ്? 12 ആണെന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടർ നമുക്ക് 12 ആണെന്ന് കിട്ടി. അപ്പോൾ അത് തന്നെയല്ലേ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. 96നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? അപ്പോൾ 96ൻ്റെ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കാം. സോ 12 ആണ് നമുക്ക് കിട്ടാം. ആൻസർ എന്താണ്? 12 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എത്രയാ? 2023 ചോദിച്ചാൽ സിസാറ്റിലെ ടഫസ്റ്റ് എക്സാം ആയിരുന്നു അന്ന്. അപ്പോൾ 2023 ചോദിച്ച എക്സാമാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു 2023 വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളും വ്യക്തമായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ, ഇതും 2023 ചോദിച്ചാണ്. ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ഗീവ് എ റിമൈൻഡർ ഓഫ് 31 വെൻ 1186 ഈസ് ഡിവൈഡഡ് ബൈ ദീസ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്, അതായത് 1186 എന്ന നമ്പറിനെ നമ്മളൊരു നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ റിമൈൻഡർ എന്താ കിട്ടുക? റിമൈൻഡർ എന്ന് പറയുന്നത് 31 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം. അപ്പോൾ ഈ നാച്ചുറൽ നമ്പർ കൊണ്ട് എക്സാക്റ്റായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സാക്റ്റായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 1186 എന്ന് നമ്മൾ റിമൈൻഡർ മൈനസ് ചെയ്യാം. ക്ലിയർ? അതായത് നമ്മളിപ്പോൾ 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എക്സാക്റ്റായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 11നെ റിമൈൻഡർ മൈനസ് ചെയ്യാം. സോ 10. ഈ 10 ആണ് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. സെയിം കോൺസെപ്റ്റാണ് ഇവിടെയും ചെയ്തത്. 1186 എന്ന് റിമൈൻഡർ മൈനസ് ചെയ്താൽ നമുക്ക് n വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 31 മൈനസ് ചെയ്താൽ 1155 ആണ് കിട്ടുക. 1155 ആണ് ഇവിടെ കിട്ടുക. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ആർ ദെയർ. അപ്പോൾ എന്താണ്? എത്ര നാച്ചുറൽ നമ്പറാണ് നമുക്ക് 1155നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 1155നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. അതായത് ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. സോ സിമ്പിളാണ്. 1155 ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. സോ എന്താ? 5 കൊണ്ട് നമ്മൾ ചെയ്യുന്നു, 231 കിട്ടുന്നു. എഗെയിൻ 231. സോ ഇത് നമുക്ക് എന്താ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമ്മളെ ഫസ്റ്റ് ക്ലാസ് കണ്ടാലും അറിയാം. ടോട്ടൽ നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ, അതായത് എന്താ, ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുമ്പോൾ 2 + 3 + 1 എന്ത് കിട്ടും? 6. 6 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 231ഉം 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം എന്താ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, 77 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യും? നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ 11. ഇവിടെ എന്താ? പ്രൈം നമ്പർ കിട്ടി. സോ എന്താണ്? 1155 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 3 × 7 × 11 ആണ്. ഇതാണ് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി ഇതിൻ്റെ പവർ, ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ഫസ്റ്റത്തെ എന്താണ്? 5⁵1. അപ്പോൾ 1 + 1 2. സെക്കൻഡ് എന്താണ്? ഇവിടെയും 2 ആണ്. നെക്സ്റ്റ് 2. സോ ടോട്ടൽ എന്താണ്? 16 ആണ് ഫാക്ടേഴ്സ് കിട്ടുക. 16 ഫാക്ടേഴ്സ് ആണ് കിട്ടുക. ക്ലിയർ? 16 ഫാക്ടേഴ്സ് ആണ് കിട്ടുക. പക്ഷേ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തില്ലേ? സെയിം ആണ് ഇവിടെ. റിമൈൻഡർ എന്താ കിട്ടണ്ടേ? റിമൈൻഡർ നമുക്ക് 31 ആണ് കിട്ടുക. റിമൈൻഡർ എന്ന് പറയുന്നത് 31 ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാക്ടർ എന്ന് പറയുന്നത് 31നേക്കാളും കൂടുതലുള്ള വാല്യൂ ആയിരിക്കണം. ക്ലിയർ? സോ 31നേക്കാളും ചെറിയ വാല്യൂസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ഏതൊക്കെയായിരിക്കും 31നേക്കാളും ചെറിയ വാല്യൂസ്? അതായത് നമ്മൾ ഏതൊക്കെയാണ്? 1155ൻ്റെ ഫാക്ടേഴ്സാണ് ഫൈൻഡ് ചെയ്തത്. അപ്പോൾ ഇതിൽ 31നേക്കാളും ചെറിയ ഫാക്ടർ 1 ഇതിൻ്റെ ഫാക്ടറാണ്, 3 ആണ്. പിന്നെന്താണ്? 5 ആണ്. നെക്സ്റ്റ് 7 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ? 7 ആണ്. പിന്നെന്താണ്? 11 ആണ്. പിന്നെന്താണ്? 3 × 5. 3 × 5 എന്ന് പറഞ്ഞാൽ 15 ഇതിൻ്റെ ഫാക്ടറാണ്. അടുത്തെന്താണ്? 21 ഇതിൻ്റെ ഫാക്ടറാണ്. ക്ലിയർ? അപ്പോൾ ഇതിനേക്കാളും വലുത് പിന്നെന്താണ്? 5 × 7. 5 × 7 35. അപ്പോൾ ഇതിനേക്കാളും എന്താ? 35നേക്കാളും വലുതാണ് 35.
സോ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ 7 നമ്പർ, ഈ 7 നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടർ 16 ആണ്. അതിൽ നിന്ന് 7 ഫാക്ടർ നമ്മൾ മൈനസ് ചെയ്യുന്നു. സോ ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ക്ലിയർ? ഇതും 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആൻസർ ആണ്. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഇയർ എന്താ നമ്മുടെ ഇപ്പോഴത്തെ എക്സാം 2025 CSAT ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഫോളോഡ് ബൈ 2 സ്റ്റേറ്റ്മെൻറ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ഹാവിങ് എക്സാക്ട്ലി 4 ഡിസ്റ്റിങ്ക്റ്റ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അതായത് സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ, ടോട്ടൽ 1 ഡിജിറ്റ് നമ്പർ ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 ഇതൊക്കെയാണ് 1 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഇതിൽ 4 ഫാക്ടർ ഉള്ള നമ്പറിൽ ഏറ്റവും ചെറുതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അതാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം എന്താണ് 1 എന്നതിന് 4 ഫാക്ടർ ഇല്ല, ഇതിനില്ല. 5 4 ഫാക്ടർ ഉണ്ടോ? ഇല്ല, 2 ഫാക്ടർ മാത്രമേ ഉള്ളൂ, 1ഉം 5ഉം. ഇനി 6 എന്നതിന് 4 ഫാക്ടർ ഉണ്ടോ? 4 ഫാക്ടർ ഉണ്ടോ? 6ൻ്റെ ഫാക്ടറാണ് 1, 2 ഇതിൻ്റെ ഫാക്ടറാണ്, 3 ഇതിൻ്റെ ഫാക്ടറാണ്, 4 ഇതിൻ്റെ ഫാക്ടറാണ്. ഇനി 7 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിന് 2 ഫാക്ടർ മാത്രമേ ഉള്ളൂ, ആ നമ്പറും 1ഉം. സോ 7 അല്ല. ഇനി 8ന് എത്ര ഫാക്ടർ ഉണ്ട്? 8 എന്ന് പറയുന്നതിന് 1 2 4 8 4 ഫാക്ടർ ഉണ്ട്. ഇനി 9 എന്നത് ഓഡ് നമ്പറാണ്. 9 എന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുക. സോ ഇതിന് എത്രയാണുള്ളത്? പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് ഇതിന് നമുക്ക് എത്ര ഫാക്ടർ ഉണ്ട്? 9ന് 8 ഫാക്ടർ ഇല്ല. ഏതൊക്കെയാണ്? 1 3 9 3 ഫാക്ടർ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് 6 8 ഈ 2 നമ്പേഴ്സിനാണ് 4 ഫാക്ടർ ഉള്ളത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചു സ്മോളസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം 6 എന്ന് ആൻസർ കിട്ടി. പക്ഷേ നമുക്കിവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് എന്താണ്? 2 ഈസ് 1 ഓഫ് ദ ഫാക്ടർ. 2 1 ഓഫ് ദ ഫാക്ടർ ആണെന്ന് പറഞ്ഞു. അടുത്തത് 3 ഈസ് 1 ഓഫ് ദ ഫാക്ടർ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിങ് 1 ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് അലോൺ. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബട്ട് കനോട്ട് ബി ആൻസർഡ് യൂസിങ് അതർ സ്റ്റേറ്റ്മെൻറ്റ് അലോൺ. പറ്റുമോ? അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അതായത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓപ്ഷൻ ഡി നോക്കിയേ. ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസേർഡ് ഈവൻ വിത്തൗട്ട് യൂസിങ് എനി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെന്താ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടേഴ്സ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്പർ ഓഫ് സീറോസിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത്, എക്സാമ്പിൾ 1000 എന്ന നമ്പറിൽ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് സീറോസിൽ നോക്കുന്നത് ലാസ്റ്റ് എത്ര സീറോസ് ഉണ്ടെന്നാണ് നോക്കുന്നത്. സോ 1000 എന്ന നമ്പറിൽ നമുക്ക് എത്ര സീറോസ് ഉണ്ട്? 3 സീറോ ആണുള്ളത്. ക്ലിയർ? അതുപോലെ വേറെ 10,000 പ്ലസ് 1000 പ്ലസ് 100 പ്ലസ് 10. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എത്ര സീറോസ് ഉണ്ടാവും? എത്ര സീറോസ്? 1000ൻ്റെ 3 സീറോസ് ആണ് ലാസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും നമ്പർ ആഡ് ചെയ്യുമ്പോൾ എത്ര സീറോ വരും? ടോട്ടൽ ഇത്രയും സീറോ ആണോ? ആഡ് ചെയ്യണോ? അല്ല. കാരണം ഇതിൽ ഒറ്റ സീറോ മാത്രമേ വരൂ, ഒരു സീറോ ആണ് ലാസ്റ്റ് വരിക. കാരണം നിങ്ങളിത് ആഡ് ചെയ്ത് നോക്കുക. 1000 പ്ലസ് 10,000 പ്ലസ് 1000 പ്ലസ് 100 പ്ലസ് 10. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സീറോ മാത്രമാണ് വരിക, ബാക്കിയൊക്കെ 1 ആണ് വരിക. ലാസ്റ്റ് ഒറ്റ സീറോ മാത്രമേ വരൂ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും സ്മോളർ വാല്യൂവിൻ്റെ എത്ര സീറോ ആണ്, അതായിരിക്കും നമ്മുടെ സീറോ. ക്ലിയർ? അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി നമുക്ക് 100 ഇൻറ്റു 1000 ഇൻറ്റു 1000 ഇൻറ്റു 10 ഇങ്ങനെ വന്നാൽ ഇതിന് എത്ര സീറോസ് വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറോസ് വരും? അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 2 ഇതിന് 2 സീറോ ഉണ്ട്, പ്ലസ് ഇതിന് 3 സീറോ ഉണ്ട്, പ്ലസ് ഇതിന് 3 സീറോ ഉണ്ട്, പ്ലസ് 1. സോ ഇതൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ സീറോസ് ആഡ് ചെയ്യുക. സോ ഇവിടെ എത്രയാണ്? 6 + 3 9 സീറോസ് ആണ് വരിക. ക്ലിയർ? അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ സീറോസ് നമ്മൾ ആഡ് ചെയ്യുക.
ഇനി അഡിഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും ചെറുത് എത്രയാണ് അത് നോക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ സീറോസ് ഫൈൻഡ് ചെയ്യുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ സീറോസ് വരുന്നത്, ഒരു നമ്പറിൽ എങ്ങനെയാണ് സീറോസ് വരുന്നത്. സീറോസ് വരണമെങ്കിൽ 5 എന്ന നമ്പറിനെ നമ്മൾ ഒരു ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എങ്കിൽ മാത്രമേ നമുക്ക് 0 വരൂ. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് അപ്പോൾ നിങ്ങൾ ചോദിക്കും 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരില്ലേ? 0 വരും. പക്ഷേ ഈ 4 എന്താണ്, 4ൽ 2 × 2 ആണ്. സോ ഈ 5 × 2 വരുമ്പോഴാണ് നമുക്ക് ഒരു 0 വരുന്നത്. 5 × 2 ചെയ്യുമ്പോൾ ഒരു 0 വരും. അതായത് 10 എന്ന വാല്യൂവിൽ ഒരു 0 ആണ് ഉള്ളത്. അതെന്താണ്, 5 × 2 ആണ്. ഇനി 100 എന്ന് പറയുന്നത് എന്താണ്, 5 × 2 × 2 ആണ് അല്ലേ. 5 × 5 25 × 4. അപ്പോൾ ഇതിൽ 2 പേരാണ് നമുക്ക് 5ഉം 2 ഉള്ളത്. 5ൻ്റെയും 2ൻ്റെയും ഒരു 2 പേരാണുള്ളത്. അപ്പോൾ അങ്ങനെ 5ൻ്റെയും 2ൻ്റെയും 2 പേർ വന്നാൽ നമുക്ക് 2 0 ഉണ്ടാവും. ഇനി 3 പേർ വന്നാലോ, 3 പേർ വന്നാൽ നമുക്ക് 3 zeros ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, 5⁻2 × 2⁻2. ഇവിടെ 5ൻ്റെയും 2ൻ്റെയും 2 പേർ വന്നു. അപ്പോൾ 2 zeros വരും. ക്ലിയർ? അപ്പം അങ്ങനെയാണ് നമ്മൾ സീറോസ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ വേറെ എക്സാമ്പിൾ തരാം. 5³ × 2⁻2. അപ്പോൾ ഇതിൽ എത്ര സീറോസ് ഉണ്ടാവും? അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ ടോട്ടൽ നമുക്ക് 2 0 ആണുള്ളത്. നമ്പർ ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ്. അതെങ്ങനെയാണ്? അതായത് ഇവിടെ എത്ര പേർ 5ഉം 2 ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 5 3 ഉണ്ട്, 2 എന്ന് പറയുന്നത് 2 ആണ്. സോ ടോട്ടൽ പേർ എന്ന് പറയുന്നത് എത്രയാണ്? 2 പേരാണുള്ളത്. സോ 2 പേരാകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? ബാക്കി ഈ 5 എന്താണ്, സെപ്പറേറ്റ് ഓഡാണ്. ക്ലിയർ? അപ്പോൾ എത്ര പെയർ ഓഫ് 5ഉം 2 ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1 മുതൽ ഇപ്പോൾ 100 വരെ എത്ര 0 ഉണ്ട്? 1 മുതൽ 100 വരെ, അതായത് 1 × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് എക്സാമ്പിൾ ഞാൻ പറയാം, 100 ഫാക്ടോറിയൽ 1 × 2 × ഫാക്ടോറിയൽ എന്താണെന്ന് അറിയാലോ. ഫാക്ടോറിയൽ 1 × 2 × അങ്ങനെ ചെയ്യുന്നു, 100 വരെ ചെയ്യുന്നു. അതായത് 1 × 2 × 3 × അങ്ങനെ 100 വരെ ചെയ്യുന്നതാണ് 100 ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്താൽ ഇത്രയും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര സീറോസ് വരും? അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ ഒരുപാട് 2s ഉണ്ട്, 2 ഒരുപാടുണ്ട്. അതായത് ഇവിടെ 2ൻ്റെ ഇതിൽ ഒരു 2 ഉണ്ട്. ഇനി 4 ആണെങ്കിലോ 2² ആണ്. ഇനി 6 ആണെങ്കിൽ 2 × 3 ആണ്. 8 ആണെങ്കിൽ 2³ ആണ്. അങ്ങനെ 1 മുതൽ 100 വരെ ഒരുപാട് 2 ഉണ്ട്. പക്ഷേ 5 2-നേക്കാൾ കുറവായിരിക്കും. ക്ലിയർ? അപ്പോൾ എത്ര 5 ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് എത്രയാ 5 2 പെയറിൻ്റെ എത്ര നമ്പർ ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായത് 2 എന്ന് പറയുന്നത് ഒരുപാടുണ്ടാവും, 5 എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് 5 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എത്ര പേര് 5 2 ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് നമ്മൾ പറയുന്നത്. അതായത് 100 ഫാക്ടോറിയൽ ഇതുപോലെ ഫാക്ടോറിയൽ വന്നു. അതായത് 1 മുതൽ 100 വരെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര 5 ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 100/5 ചെയ്യാം. സോ എന്ത് കിട്ടും? 100/5 ചെയ്താൽ നമുക്ക് 20 ആണെന്ന് കിട്ടും. ക്ലിയർ? 20 ആണെന്ന് കിട്ടും. റിമൈൻഡർ കിട്ടിയാലും കുഴപ്പമില്ല, നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം എടുത്താൽ മതി. അപ്പോൾ 20 ആണ് കിട്ടുക. എഗെയിൻ നമ്മൾ ഈ 20നെ നമുക്ക് ഈ കിട്ടിയ ക്വസ്റ്റ്യൻറ്റിനെ നമ്മൾ വീണ്ടും എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ എന്ത് കിട്ടും? 4 ആണ് കിട്ടുക. 4നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? എഗെയിൻ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ 4 എന്ന് പറയുന്നത് 5-നേക്കാളും കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആദ്യം 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടി. നെക്സ്റ്റ് 20നെ ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. എഗെയിൻ നമ്മളെന്താ, ഇത് 5-നേക്കാളും വലുതാണെങ്കിൽ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? ഇത് 5-നേക്കാളും വലുതല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വെച്ച് നിൽക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുക, 24 കിട്ടും. അപ്പോൾ 24 നമ്പർ ഓഫ് എന്ത് കിട്ടും? 5s ആണുള്ളത്. 24 5s ആണുള്ളത്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ 5 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ അറിയാം 24 പെയർ കിട്ടും. 24 പെയർ 5 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 0 എത്രയായിരിക്കും? 24 zeros ആയിരിക്കും. ക്ലിയർ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 75 എന്ന ഫാക്ടർ, 75 ഫാക്ടോറിയൽ, അതിൽ എത്ര സീറോസ് ഉണ്ടാവും? 75 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ എത്ര സീറോസ് ഉണ്ടാവും? അതിൽ സീറോസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ എന്തായാലും 2ൻ്റെത് ഒരുപാടുണ്ടാവും.
നമ്മൾ 5ൻ്റെ മാത്രം കാണാം. അപ്പോൾ 75 ഡിവൈഡ് ബൈ 2 എത്ര 5 ചെയ്യാം. നമ്മൾ 2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി 2 ഒരുപാടുണ്ട്. സോ 75/5 ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്ത് കിട്ടും? 15 ആണ് കിട്ടുക. എഗെയിൻ 15 ഡിവൈഡ് ബൈ 5 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 ആണ് കിട്ടുക. നമുക്കിവിടെ റിമൈൻഡർ വന്നാൽ എന്ത് ചെയ്യുക? നമ്മൾ റിമൈൻഡർ ഒഴിവാക്കുക. ഇപ്പോൾ 16 എന്ന നമ്പറിനെ ബൈ 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ 3 കിട്ടും. റിമൈൻഡർ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ 3 കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 5 എത്രയാണുള്ളത്? 18 ആണ്. സോ 18 5 ഉണ്ട്. അപ്പോൾ എന്താണ് ടോട്ടൽ പെയർ എന്ന് പറയുന്നത്? എത്രയാണ്? 18 പെയർ ആണ്. 18 ആണ് വരിക. ക്ലിയർ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറോസ് അറ്റ് എൻഡ് ഓഫ് ഈ നമ്പറിൻ്റെ എൻഡിൽ എത്ര സീറോസ് ഉണ്ടാവും? അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു എന്തെങ്കിലും ആയിട്ട് ഇത് ബന്ധമുണ്ടോ? ഇവിടെ നോക്കിയാൽ ഇത്രയും നമ്പേഴ്സിൽ നമ്മൾ 5 കോമൺ ആണ്. അപ്പോൾ ഈ 5 കോമൺ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നൊക്കെ 5 കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു. സോ എന്ത് കിട്ടും? 5 വെളിയിലെടുത്താൽ 5 മാത്രമാണ് വരിക. അതായത് നമ്മളൊരു നമ്പർ ഇപ്പോൾ 5 + 10 + 15 ഇങ്ങനെയുള്ള നമ്പറിൽ നിന്ന് നമ്മൾ 5 കോമൺ ആയി എടുത്താൽ 1 + 2 + 3 എന്ന് വരും. അതായത് ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുക്കുമ്പോൾ 5 മാത്രം വെളിയിലെടുത്താൽ മതി. പക്ഷേ ഇവിടെ നോക്കി, ഇത് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. അപ്പോൾ ഓരോ നമ്പറിൽ നിന്നും 5 നമ്മൾ കോമൺ ആയി പുറത്തെടുക്കുന്നു. കോമൺ എന്ന് മീൻസ് നമ്മൾ ഓരോ നമ്പറിൽ നിന്നും 5 മാറ്റി വെക്കുന്നു. ഓരോ നമ്പറിൽ നിന്നും 5 മാറ്റി വെക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് 5 മുതൽ 100 വരെയുള്ള നമ്പറിൽ നിന്ന് 5 മാറ്റി വെച്ചാൽ എത്ര കിട്ടും? 20 5 ആണുള്ളത്. സോ 5/20 ആണ് കിട്ടുക. ക്ലിയർ? 5/20 നമ്മൾ മാറ്റി വെക്കുന്നു. അതായത് ഇവിടെ നമുക്ക് 5 ഉണ്ട്, ഇവിടെ 1 ഇവിടെ എത്രയാണ്? 5 × 2 ആണ്. ഇത് എത്രയാണ്? 5 × 3 ആണ്. 5 × 4 ആണ്. ഇത് 5 × 20 ആണ്. സോ ഇത് 5 × 1 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിൽ നിന്നും നമ്മൾ ഇത്രയും നമ്പേഴ്സിനെ മാറ്റി വെക്കുന്നു. 5നെ മാറ്റി വെക്കുന്നു. അപ്പോൾ 5/20 ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ത് വരും? ഫസ്റ്റത്തത് 1 വരും. ഇൻറ്റു ഇവിടുന്ന് 5നെ മാറ്റിയാൽ 2 വരും. ഇൻറ്റു 3 വരും. അങ്ങനെ 20 വരെ വരും. ക്ലിയർ? ഇനി എന്താ കിട്ടുക? അതായത് 5 ഇവിടെ 5/20 ഇൻറ്റു 20 ഫാക്ടോറിയലല്ലേ വന്നേ? ആണ് 20 ഫാക്ടോറിയലാണ് വന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്പർ ഓഫ് സീറോസ് കാണാൻ നമ്മൾ 2ൻ്റെയും 5ൻ്റെയും പെയർ കണ്ടാൽ മതി. പക്ഷേ നമ്മളിവിടെ നോക്കിയാൽ 5 ഓൾറെഡി നമുക്ക് എത്ര 25 ഉണ്ട്. 25 ഉണ്ട്. അപ്പോൾ നമ്മളെന്താ ഇവിടെ എത്ര 2 വരുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ചിലപ്പോൾ എന്താ 2 ആയിരിക്കും ഇവിടെ കുറവ്. അപ്പോൾ എത്ര 2 വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാം. സോ 20 ഫാക്ടോറിയൽ എത്ര 2 വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാം. 20 ഫാക്ടോറിയലിന് 2 കണ്ടുപിടിക്കാൻ 20/2 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 10 ആണ് കിട്ടുക. വീണ്ടും 10/2 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 5 ആണ് കിട്ടുക. വീണ്ടും 5/2 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ 2 ആണ് കിട്ടുക. റിമൈൻഡർ 1 കിട്ടും. റിമൈൻഡർ നമുക്ക് ആവശ്യമില്ല. എഗെയിൻ 2നെ നമ്മൾ എന്ത് ചെയ്യുക? 2/2 ചെയ്യുക. സോ 1 ആണ് കിട്ടുക. ഇപ്പോൾ 2നെക്കാളും ചെറിയ വാല്യൂ കിട്ടിയില്ലേ? അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇതൊക്കെ ആഡ് ചെയ്യാം. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 18 ആണ് കിട്ടുക. സോ 2 എന്ന് പറയുന്നത് 18 ആണ്. ഇവിടെ 5 ഓൾറെഡി നമുക്ക് 20 കിട്ടി. അപ്പോൾ ബാക്കി 20നെക്കാളും കൂടുതലാണ്. പക്ഷേ 2 എന്ന് പറയുന്നത് 18 മാത്രമാണ്. സോ 18 പെയർ ആണുള്ളത്. 18 പെയർ ഉണ്ടായാൽ എന്താ? 18 സീറോസ് ഉണ്ടാവും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 25 ഫാക്ടോറിയൽ ഇൻറ്റു 45 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെയും നമ്മൾ സെയിം ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 25 ഫാക്ടോറിയലിൽ എത്ര 5 ഉണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര 5 ഉണ്ട്? ഇവിടെ 5 കിട്ടും. എഗെയിൻ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. സോ ടോട്ടൽ 5 ആണുള്ളത്. ഇനിയോ 45 ഫാക്ടോറിയലിൽ എത്ര 5 ഉണ്ട്? നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 9 കിട്ടും. 9/5 ചെയ്താൽ എത്ര കിട്ടും? 1 ആണ് കിട്ടുക. സോ 10 5 ആണുള്ളത്. സോ 10 + 6 അതായത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എത്ര 5 ഉണ്ട്? അത് നമ്മൾ ആഡ് ചെയ്യുക. ടോട്ടൽ എത്ര 5 ഉണ്ട്? ഇതിൽ രണ്ടിലും കൂടിയിട്ട് ടോട്ടൽ നമുക്ക് എത്രയാണ്? 16 5 ആണുള്ളത്. ടോട്ടൽ രണ്ടിലും കൂടിയിട്ട് 16 5 ആണുള്ളത്. അപ്പോൾ എന്തായാലും 2 ഇതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കുറവുള്ളത് 5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പെയർ 5,2 എത്രയാണ്? 16 ആണ്. അപ്പോൾ 16 സീറോസ് ഉണ്ടാവും. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് സീറോസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് 7 × 1 ആണ്. ഇതെന്താണ്? 7 × 2 ആണ്. 7 × 3 ആണ്. അങ്ങനെ പോയിട്ട് 7 × എത്ര വരും? 110 ആണ് ഇവിടെ വരിക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. 7/2
110 അത്രയും ടൈംസ്. ഇവിടെ 7 × 1 ആണ്, അത്രയും 7 ഇല്ലേ, 1 മുതൽ 110 വരെ 7 ഉണ്ട്, അത്രയും 7 ഉണ്ട്, അത്രയും 7 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. കോമൺ ആയിട്ട് മീൻസ് അത്രയും 7 നമ്മൾ മാറ്റി വെച്ചു. ഇനി എന്താണ് ഇൻറ്റു, അതായത് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇടാം, ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇല്ല. സോ ബാക്കി റിമൈനിങ് എന്താണ് 1 × 2 × 3 × അങ്ങനെ പോയിട്ട് എത്രയാണ് 110 വരെയാണ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, നമ്മൾ നമ്പർ ഓഫ് 5 ആണ് ഇവിടെ. എന്താ ഇത് 110 ഫാക്ടോറിയൽ അല്ലേ, അപ്പോൾ നമ്പർ ഓഫ് 5 എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യാം. സോ ഡിവൈഡ് ബൈ 5 ഇടുക, എത്ര കിട്ടും 22 ആണെന്ന് കിട്ടും. അഗൈൻ 22/5 ഇടുക, സോ എന്ത് കിട്ടും 4 ആണെന്ന് കിട്ടും. റിമൈൻഡർ 2 ഉണ്ട്, നമുക്ക് ആവശ്യമില്ല, 4 ആണെന്ന് കിട്ടും. അപ്പോൾ 5-നേക്കാളും ചെറുതാണ് 4. സോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്ത് കിട്ടും 26 ആണ് കിട്ടുക. 26 നമ്പർ ഓഫ് 5s ഉണ്ട്. സോ ഏറ്റവും കുറവ് എത്രയായിരിക്കും 26 പെയർ ഉണ്ടാവും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 26 ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. എന്ത് ചെയ്യുക, ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 74 ഇപ്പോൾ ഡിവൈഡ് ബൈ 5 ചെയ്യുക. സോ ഇവിടെ പ്ലസ് ആണുള്ളത്. പ്ലസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു കുറവുള്ള പെയറാണ് എടുക്കേണ്ടത്. കുറവുള്ള പെയർ, അതായത് കുറവുള്ള നമ്പറിൽ നമ്മൾ ആദ്യം ചെയ്തില്ലേ 10, അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ 74 ഫാക്ടോറിയലിൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. എത്രയാണ്, ഇവിടെ 14 ആണ്. 14/5 ചെയ്താൽ എത്രയാണ് 2 ആണ്. ടോട്ടൽ 16 ആണ്. 16 പെയറാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കുറവുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ ടോട്ടൽ 16 പെയറാണ് ഉണ്ടാവുക. ക്ലിയർ? ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ ആയതുകൊണ്ടാണ് 16 പെയർ ഉള്ളത്. സോ 16 പെയറാണ്. പ്ലസ് ആയതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ചെറിയ വാല്യൂ മാത്രം, ചെറിയ വാല്യൂ മാത്രം എടുത്താൽ മതി. 16 പെയറാണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ സ്ക്വയർ വന്നു. അപ്പോൾ സ്ക്വയർ വന്നാൽ ഒന്നുമില്ല, നിങ്ങൾ സ്ക്വയറിനെ മാറ്റുക. സ്ക്വയറിനെ മാറ്റിയിട്ട് ബാക്കി എത്രയാണ് 1 മുതൽ 10 വരെ ഉണ്ട്. അപ്പോൾ അതിൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 1 മുതൽ 10 വരെ എത്ര 5 ഉണ്ട്, 2 ആണുള്ളത്. എന്നിട്ട് അപ്പോൾ 2 5 ഉണ്ടെന്ന് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ സ്ക്വയർ ആയതുകൊണ്ട് × 2 ചെയ്യാം. സോ ആൻസർ എന്ന് പറയുന്നത് 4 പെയർ ആയിരിക്കും ഉണ്ടാവുക, സ്ക്വയർ വന്നതുകൊണ്ട്. ക്ലിയർ? ഇനി 1/4, അങ്ങനെ 4 വന്നാൽ നമ്മൾ വീണ്ടും എന്താ 4 മാറ്റുക, ബാക്കിയുള്ളതിൻ്റെ 5 കണ്ടുപിടിക്കുക. എത്ര 5 ഉണ്ടെന്ന്. 100ൽ എത്ര 5 ഉണ്ട്, 5 ആണുള്ളത്. എത്ര 5 ഉണ്ട്, ഡിവൈഡ് ബൈ 5 ചെയ്താൽ 20 കിട്ടി. ഇനി 20/5 ചെയ്താൽ എത്ര കിട്ടും, 4 കിട്ടും. ടോട്ടൽ 24 5s ആണുള്ളത്. അതെത്രയാണ്, നമ്മൾ 4 മാറ്റി വെച്ചുകൊണ്ടാണ് ഇത്രയും കിട്ടിയത്. അപ്പോൾ നമ്മൾ പവർ 4 മാറ്റി വെച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ പവറിൻ്റെ 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 96 കിട്ടും. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് 5 ഉണ്ട്. എന്തായാലും 2 ഇതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് 5 എന്ന് പറയുന്നത് 96 ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ് കിട്ടുക, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്പർ ഓഫ് സീറോസ്. അപ്പോൾ ഇതിൽ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് എത്രയാ സീറോസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും, ഇവിടെ നമ്മൾ എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട്, അതായത് എന്താ ഇവിടെ 5 × 1 ഉണ്ട്, ഇവിടെ 5 × 2 ഉണ്ട്. ക്ലിയർ? ഇവിടെ 5 × 2 ആണ്, ഇത് 5 × 1 ആണ്, ഇത് 5 × 2 ആണ്, 5 × 3 ആണ്. അങ്ങനെ എത്രയാണ് 5 × 12 വരെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എത്ര മാറ്റിയെടുക്കാം, 5/12 നമ്മൾ കോമൺ ആയി മാറ്റിയെടുക്കുന്നു. റിമൈനിങ് എന്താണ്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. 1 × 1 തന്നെയാണ്. സോ 1 × ഇവിടെ 2 ഉണ്ട്, 2 × 3 × അങ്ങനെ 12 വരെ വരും. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 5/12 × 12 ഫാക്ടോറിയലാണ് ഇവിടെ വരിക. അപ്പോൾ നമ്മൾ 12ൽ എത്ര 5 ഉണ്ട്, 2 ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് എന്താ 5/12 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഓൾറെഡി 5/12 തന്നതുകൊണ്ട് 5 നമുക്ക് ഓൾറെഡി കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ എന്താ 2 എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യാം. സോ 12ൽ എത്ര 2 ഉണ്ട്, സോ 12/2 എന്ന് കിട്ടും, 6 കിട്ടും. അഗെയിൻ 6/2 എത്ര കിട്ടും, 3 കിട്ടും. അഗെയിൻ 3/2 എത്രയാണ്, 1 ആണ്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് 10 എണ്ണമാണ് ഉള്ളത്. സോ 5 എന്ന് പറയുന്നത് അതിൽ കൂടുതലുണ്ട്. ഓൾറെഡി നമുക്ക് 5/12 കിട്ടി. അപ്പോൾ 10 ആണ്, 10 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ 10 ആണ്, 2. അപ്പോൾ അത്രയും പേഴ്സ് ആണ് 5 × 2 ഉള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 12 ആണ് ആൻസർ. ഇവിടെ 12 അല്ല, 10 ആണ് ആൻസർ. ഇവിടെ 10 ആണ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ 10 ആണ്, 10 ആണ്, 12 അല്ല. ഓക്കെ, നമ്പർ ഓഫ് 2s എത്രയുള്ളത്, 10 ആണ്. ക്ലിയർ? ഇവിടെ മിസ്റ്റേക്ക് പറ്റിയതാണ്, മാർക്ക് ചെയ്ത മിസ്റ്റേക്ക് പറ്റിയതാണ്, 10 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ലാസ്റ്റ് ഇയർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എത്ര സീറോസ് ഉണ്ടെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ
നമുക്ക് എന്ത് കിട്ടും? എത്ര ഫൈവ്സ് ഉണ്ട്? 5 ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക്. എന്തായാലും 2, ഇവിടെ 2⁴ ഉണ്ട്, 4ലും ഒരുപാട് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 5⁻10 ഉണ്ടാവും. അതായത് ഇവിടെ നോക്കിയാൽ 1ൻ്റെ സ്ക്വയർ ആണ്, 1 സ്ക്വയർ, 2⁻4, 3�6. അതായത് എന്താ, ഏത് നമ്പറാണോ അതിൻ്റെ ഡബിൾ ആണ് അതിൻ്റെ പവർ വരിക. ഇപ്പോൾ 4⁸, 15⁻50, 25⁻50. അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 5⁻10 ഉണ്ടാവാം, അതുപോലെ എന്താ 10⁻20 ഉണ്ടാവാം, അതുപോലെ 15⁻30 ഉണ്ടാവാം, അതുപോലെ 25 പിന്നെന്താ 20⁻40 ഉണ്ടാവാം, 25⁻50 ഉണ്ടാവും. അപ്പോൾ ഇത്രയും 5ൻ്റെ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര 5 ഉണ്ടെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്താൽ മതി. സോ ഇവിടെ 5⁻10ൽ എത്ര 5 ആണ്? 5⁻10 തന്നെയാണ്, 10 5 ആണുള്ളത്. ഇനി 10⁻5, 10⁻20, 10⁻20 എന്ന് പറഞ്ഞാൽ 2 × 5⁻20. അപ്പോൾ എന്താ ഇവിടെ 5⁻20 ആണുള്ളത്. ക്ലിയർ? ഇനി ഇവിടെ 15നെ 3 × 5 ആണ്, 3 × 5⁻30. അതിനെ നമ്മൾ എന്ത് ചെയ്യും? 5⁻30 എന്ന് എഴുതാം. ക്ലിയർ? അടുത്തത് 20⁻, അതായത് എന്താ 4 × 5⁻40. സോ ഇവിടെ നമ്മൾ 5⁻40 എന്ന് എഴുതാം. ഇവിടെ നോക്കിയാലോ, ഇവിടെ 5 × 5⁻50 ആണുള്ളത്. അതായത് എന്താ 5² ആണുള്ളത്. അതായത് 5⁻100 ആണുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മാത്രം നമുക്ക് എന്താ 5⁻100 കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര 5 ഉണ്ടാവും ഇവിടെ? ടോട്ടൽ ഇതൊക്കെ ആഡ് ചെയ്താൽ മതി. ഇവിടെ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 100, പിന്നെന്താ 40, 70, അപ്പോൾ 200 ആണ് കിട്ടുക. 205 ഉണ്ടാവും. എന്തായാലും 2 ഇതിനേക്കാളും കൂടുതലായിരിക്കും, 205 ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 25 എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്. അപ്പോൾ അതിൻ്റെ പവർ എന്താണ്? അതിൻ്റെ പവർ എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 25 എന്ന് പറയുന്നത് 5² ആണ്. 5² എന്ന് പറയുന്നത് 5⁻100 ആണ്. സോ 105 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബാക്കിയുള്ള 5 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 205 ആണുള്ളത്. സോ നമ്മൾ ആൻസർ എന്തായിരിക്കും? എത്ര പേരുണ്ടാവും? 5ൻ്റെയും 2ൻ്റെയും 200 പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇത് നമ്മളെ എത്ര കോമ്പിനേഷൻ ഉണ്ടെന്ന് ഇവിടെ കിട്ടി. എത്ര കോമ്പിനേഷൻ ആണുള്ളത്? 200 കോമ്പിനേഷൻ ആണുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കുക, അതുപോലെ നമ്മൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ ഇനി ഒരുപാട് ടോപ്പിക് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഓക്കെ.